അപ്പോൾ ഇന്നത്തോടുകൂടി നമ്മൾ അച്ഛമ്മയുടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പടിയന്തരത്തിൻ്റെ അന്ന് ഉച്ചയാകുമ്പോൾ തറവാട്ടിൽ ആരാണ് ഇരിക്കുന്നത് അവരെന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്ന ചടങ്ങുണ്ട്. അപ്പോൾ സാധാരണ ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടാക്കുക. എനിക്ക് ഭർത്താവിൻ്റെ വീടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അച്ചൂട്ടനും അച്ചും കുഞ്ഞനും കുണുക്കനും കുണിക്കുമായിരുന്നു. എല്ലാവരും കൂടിയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോഴേക്കും അച്ഛനും അമ്മയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയതും അമ്മോട് 2 മിനിറ്റ് വർത്താനം പറഞ്ഞതിൻ്റെ ശേഷം അപ്പോഴേക്കും അമ്മയ്ക്ക് ജ്യൂസൊക്കെ കലക്കി തന്നു. എനിക്ക് തോന്നുന്നു മധുരം കഴിക്കേണ്ട എന്തോ ചടങ്ങുണ്ടായിരിക്കും. അല്ലാതെ ഇപ്പോൾ ഈ നേരത്തെ അമ്മയ്ക്ക് ജ്യൂസ് തരേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ച് കുടിച്ചിട്ട് ബാക്കി കുണിക്കുമ്പോൾക്ക് അച്ചൂട്ടനും കൊടുത്തോട്ടെ. എനിക്കിപ്പോൾ ജ്യൂസ് കുടിക്കാൻ തോന്നുന്നില്ല. വയറ് നിറയെ ഫുഡ് കഴിച്ചിട്ട് ഇരിക്കുകയല്ലേ. എന്നാൽ അതെല്ലാം കഴിഞ്ഞ് 10 മിനിറ്റ് വീട്ടിലിരുന്നതിന് ശേഷം ഞങ്ങൾ വേഗം തറവാട്ടിലേക്ക് പോയി. അവിടെ എത്തിയത് എനിക്ക് നല്ല ഉറക്കം വന്നപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി മേമരും അപ്പൻ്റെ റൂമിൽ കയറിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിത്തെ പണിയിലേക്ക് കടന്നു കേട്ടോ. അപ്പം അമ്മയും മേമയും വല്യമ്മയും എല്ലാവരും കൂടിയിട്ട് ഇതാ മീൻ കറി വെക്കുന്നുണ്ട്, ചിക്കൻ കറി വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തു കേട്ടോ. കാരണം ഇത്ര ദിവസം അവരാണല്ലോ എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ ഒരു ദിവസമെങ്കിലും അവർക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കണമല്ലോ. പിള്ളേർ സെറ്റ് ഇതാ ഫുള്ളും സിറ്റ് ഔട്ടിലുണ്ട്. അച്ഛനും വലിയച്ഛനും പാപ്പനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ കറിയുടെ ഇളക്കണ ഡ്യൂട്ടിയൊക്കെ ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. കുറച്ച് നേരം ചൂടത്ത് എനിക്ക് ആകെ വിശർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പുറത്തെ അമ്മയും മേമയും കൂടിയിട്ട് എന്തോ ചിക്കൻ മസാല പറ്റി എന്തോ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മേമേനെ കാണിച്ചു തരുമോയെന്ന്. അമ്മേരെ അപ്പുറത്ത് നിന്നായിരുന്നു മേമയുടെ ഫേസ് ഇതിൽ കാണുന്നില്ല കേട്ടോ. അതാ കുണുക്കുമ്പം ചിക്കൻ കറി കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ എൻ്റെ കമ്പനിക്ക് അച്ചൂട്ടനും കുഞ്ഞിനെ കുറച്ച് നേരം വന്ന് നിന്നു. ഇതാ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ കറി, മീൻ വറുത്തത്, ചിക്കൻ കറി, ചിക്കൻ വറുത്തത്, പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ എടുത്തില്ല. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ചിക്കൻ കറി കൂട്ടി ചോറുണ്ടപ്പോൾ ഒരു സമാധാനം. അങ്ങനെ ഫുഡൊക്കെ ഇരുന്ന് കഴിച്ചു. എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി പുറത്തിരിക്കുകയാണ് ചെയ്തത്. വലിയച്ഛനും വല്യമ്മയും മേമയും പാപ്പനും പിള്ളേർ സെറ്റും എല്ലാവരും ഉണ്ട്. അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞ് ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോവുകയാണ്. പച്ചുവിൻ്റെ കാറിൽ എൻ്റെ ബാഗും സാധനങ്ങളായിട്ട് ഞാൻ പോകുന്നു. ഏട്ടൻ ബൈക്കുമ്മേയും പോകുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ ഇറക്കിയതിന് ശേഷം അവർ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി ഞാൻ എൻ്റെ ലോകത്തേക്കും. കുറേ നാളെ നമ്മൾ വീട്ടിലേക്ക് കയറിയിട്ട് അച്ചമ്മ മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ആ ഒരു തിരക്കിൽ ഞാൻ ഇറങ്ങിപ്പോയതാണ്. പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എപ്പോഴാണ് ഞാൻ വരുന്നത്. അതിൻ്റെ ഇടയിൽ ഏട്ടനാട്ടോ വന്ന് എനിക്ക് ഡ്രസ്സും കാര്യങ്ങളും കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇവിടെ എത്രയ്ക്കുള്ളൂ. ബായ്.